നിങ്ങളുടെ ശരിക്കും പ്രണയ വിവാഹം എങ്ങനെയാണ് ആ ഒരു കെമിസ്ട്രി? അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. രജിസ്റ്റർ ചെയ്യാൻ പോയതാ ഞങ്ങള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ പോയി. എല്ലാവരും റെഡി ആയിരിക്കുവാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാക്ഷികളൊക്കെ ഒപ്പിടാൻ വേണ്ടി ഇരുന്നപ്പോൾ അകത്ത് നിന്നിട്ട് ഓഫീസർ ഒന്ന് ചോദിച്ചു സൗദി ആരാ? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ, ഒരു കംപ്ലൈൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബൈക്കിൽ രണ്ടുപേരും വിട്ടതാ. അതൊരു ആ ഒരു മൊമെൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. രാജേഷേനെയാണ് കെട്ടിപ്പിടിക്കുന്നെങ്കിൽ മോദിജി നമ്മളെ നോക്കി ഇങ്ങനെ ആ ഫുൾ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാജേഷേട്ടൻ മാറണം, എനിക്കൊന്ന് തൊടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ തൊട്ടത്. അപ്പോൾ തിരിച്ച് തൊട്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ കുറച്ച് സീറ്റ് വന്നിട്ട് ഞാൻ ആലോചിക്കരുത്, ദൈവമേ മോദിജി എൻ്റെ കാലിൽ തൊട്ടപ്പോൾ ഞാൻ തിരിച്ചെന്താണ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. ആ ട്രെയിനിൽ കയറി പോകുന്ന സമയത്ത് ചേട്ടൻ വന്ന് ചുംബിച്ചൊക്കെയാണ് കയറ്റി വിടുന്നത്, ദൃശ്യങ്ങളുണ്ടായിരുന്നു. ആരെന്നിരിക്കും അത് ഭയങ്കര. നമസ്കാരം. തലസ്ഥാനത്തെ BJPയുടെ സമരമുഖത്തെ സജീവ സാന്നിധ്യം, മികച്ച നേതാവ് എന്ന് പേരെടുത്ത യുവ വനിതാ സാന്നിധ്യം, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആശാനാഥും കുടുംബവുമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ആശയെ കണ്ട എല്ലാവർക്കും നല്ല പരിചയമാണ്, പക്ഷെ അതിന് പിന്നിലെ ശക്തി ആശയുടെ ഭർത്താവായിട്ടുള്ള ശിവകുമാറായിട്ട് അങ്ങനെ കണ്ട് പരിചയമില്ല. ചേട്ടാ നമസ്കാരം. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞു, പക്ഷേ ആശയുടെ കുടുംബം പൂർത്തിയാകണമെങ്കിൽ 2 കുട്ടികൾ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. മക്കൾ 2 പേരാണ്, മോനും മോളും. മകൻ്റെ പേര് അദ്വൈത് ശിവ, 8ലാണ് പഠിക്കുന്നത്. മോള് 2.25 വയസ്സായിപ്പോൾ, അദ്വിക ശിവ. ഈ പറഞ്ഞതുപോലെ 2 കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അമ്മ വേണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ, പഠിത്തം, പരീക്ഷാ കാലമാണ്. അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ അമ്മ വേണമെന്നില്ല. അമ്മയുടെ ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കൊള്ളല്ലോ. ഫുൾ സപ്പോർട്ടോടെ. എന്തെങ്കിലും എങ്ങനെയുണ്ട് 2 മാസത്തെ ആശയുടെ ഡെപ്യൂട്ടി മേയർ എന്ന ഭരണം എങ്ങനെയുണ്ട്? ഭയങ്കര തിരക്കാണ്. കുട്ടികൾക്ക് അമ്മയെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർ പറയുന്നില്ല, അത് ഞാൻ മാനേജ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പം എന്തെങ്കിലും വിമർശനങ്ങൾ അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടോ? ആൾക്കാർ പറയുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരു വിമർശകനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളും നമുക്ക്, കാരണം ഒരു ഫാമിലി ആകുമ്പോഴത്തേക്കും ഉണ്ടാവുമല്ലോ വഴക്കും മടിയും ഒക്കെ ഉണ്ടായാലും നമ്മൾ സാധാരണ അതില്ലെങ്കിൽ ഫാമിലി അല്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അടിയും വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അത് നമ്മൾ രാത്രിത്തെ അപ്പുറത്തേക്ക് പോകാറില്ല, അത്രേ പോകാറുള്ളൂ. നമ്മൾ അറിയാം ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ രാവിലെ മോള് തീരെ ചെറുതാണ്, അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞാൻ പോകുന്നത്. രാവിലെ ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് പോയാൽ തിരിച്ച് അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എത്താറുള്ളൂ പലപ്പോഴും. ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ 7 മണിക്ക് പോയാൽ തിരിച്ച് വെളുപ്പിന് 4:30, 3:30 വരുന്ന സമയം ഒക്കെയാണ് പലപ്പോഴും എത്താറുള്ളത്. അപ്പം മക്കളെ കിട്ടാറില്ലായിരുന്നു ആ സമയത്തൊക്കെ. അവരും പറയാറുണ്ട്. മോള് കുഴപ്പമില്ല. അപ്പോൾ ചേട്ടൻ ഫുൾ ആ സമയത്തൊക്കെ തന്നെ, അപ്പോൾ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റില്ല. ആ സമയത്തൊക്കെ തന്നെ ഞാൻ വരാൻ ലേറ്റ് ആകുമ്പോൾ ചേട്ടന് 2 മക്കളെയും കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഫുൾ പോയി അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി, അവർക്ക് ആ ഒരു ഞാനില്ല എന്നൊരു കുറവ് ആ സമയത്ത് അറിയിക്കാതെ തന്നെ ഫുൾ ഉണ്ടാവും. കൂടെ ഇങ്ങനെ മക്കളെ 2 പേരെയും ഫുൾ നോക്കി വാങ്ങുക, അതൊക്കെ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമായിരുന്നു. ഈ ബഡ്ജറ്റ് സമയത്തൊക്കെ 2 വീക്സ് ഫുള്ള് ഏർലി മോർണിംഗ് ഇതാണ് വരുന്നത്, വെളുപ്പാൻ രാവിലെ വരുന്നത് 4 മണി. അല്ല, എല്ലാ കുടുംബത്തിനും അങ്ങനെ സപ്പോർട്ട് കിട്ടില്ല. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എപ്പോഴും അമ്മമാർ വേണം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ, പഠിത്തം, പരീക്ഷ, അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാനാകാത്ത. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആശയെ സംബന്ധിച്ച് കിട്ടിയൊരു ഫാമിലി അല്ലെങ്കിൽ ശിവകുമാരൻ എന്നൊരു ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ തിരക്കുകൾക്കിടയിലും ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാമിലി, നമ്മുടെ എത്ര കൂടെ ഉണ്ടെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലായെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ ഡൗൺ ആയിപ്പോയി. നമ്മൾ എന്ത് നല്ലൊരു ഏതൊരു പൊസിഷനിൽ നിന്നാലും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ പോയാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മൾ ആ മനസ്സിൽ മൊത്തം അങ്ങനെ അയ്യോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, വീട്ടിൽ സപ്പോർട്ടില്ല, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എന്ത് പറയും എന്നൊക്കെ മനസ്സിലുണ്ടായാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളവിടെ ഫുൾ ഡൗൺ ആയി ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ ഫസ്റ്റൊക്കെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇത്ര തിരക്കൊക്കെ കുഞ്ഞിന്. പക്ഷേ ഇപ്പോൾ അത് ചേട്ടൻ മനസ്സിലാവുന്നുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും മനസ്സിലാവും. ഏറ്റവും കുട്ടികളോടാണ് പറയുന്നത്, ഏറ്റവും കുഞ്ഞ് അവർക്കൊക്കെ അറിയാം അമ്മ പോവും എന്നൊക്കെ തന്നെ അറിയാം. അപ്പോൾ അഡ്ജസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവർ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇതിലും നമുക്ക് ഇത്രയും തിരക്കുകൾക്കിടയിലും എല്ലാം, അതായത് പൊളിറ്റിക്കൽ ലൈഫും ഫാമിലി ലൈഫും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഈ 2 മാസമായി ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആയിട്ട് എങ്ങനെയുണ്ട്, സ്വന്തമായി എങ്ങനെ വിലയിരുത്തുന്നു? സ്വന്തമായിട്ട് എനിക്ക്, കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം മാക്സിമം നമ്മുടെ മേയർ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ റോൾ മോഡൽ. ഫുൾ ടൈം കാരണം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ജോലി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാന സേവകനുള്ളപ്പോൾ നമ്മൾ അദ്ദേഹമാണ് നമ്മുടെ റോൾ മോഡൽ. അപ്പോൾ നമ്മൾ തന്നെ, ഞാനായാലും മേയറായാലും അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്മാർ എല്ലാവരും തന്നെ, കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കാനും വേണ്ടി ഫീൽഡിലായാലും ഓഫീസിലായാലും ഒക്കെ തന്നെ അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നാണ്. മാക്സിമം നമ്മളെ കഴിയുന്ന എല്ലാ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വരുന്ന 2 മാസമായിട്ട്. ഡെപ്യൂട്ടി മേയർ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്താണ്? ഉറക്കമില്ലായ്മ. പിന്നെ ഒരുപാട് ഈ ബഡ്ജറ്റ് സമയത്തൊക്കെ ഫസ്റ്റ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്പൊ വഴക്ക് പറയാറുണ്ടോ, ഉറങ്ങണം, ആരോഗ്യം ശ്രദ്ധിക്കണം? ഫുഡ് കഴിക്കാത്തതിനൊക്കെ പറയാറുണ്ട്. ഫുഡ് സമയത്ത് നമുക്ക് കഴിക്കാൻ പലപ്പോഴും പറ്റാറില്ല. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റൊക്കെ ഈ ബഡ്ജറ്റ് സമയത്തൊക്കെ ആരോഗ്യമൊക്കെ ഭയങ്കര വീക്കായി, ഭയങ്കര തലവേദനയായി. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നപ്പോൾ തലവേദന, മുടി കൊഴിച്ചിലാവും. ജീവിതത്തിൽ ഇത്രയും മുടി കൊഴിച്ചിട്ടില്ല, അത്രയ്ക്ക് മുടി കൊഴിച്ചിലാണ്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫിനാൻസ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് വന്ന ഒരാളല്ല. അപ്പോൾ നമ്മുടെ ഫിനാൻസ് കമ്മിറ്റിയിലുള്ള ആളാണെങ്കിൽ നമ്മുടെ ധനകാര്യമൊക്കെ തന്നെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ പദവി കൈകാര്യം കുറച്ചുകൂടി ഈസിയാണ്. അപ്പം ഞാനിപ്പോൾ പുതിയൊരു കൗൺസിലർ എങ്ങനെയാണ് വരിക, അങ്ങനത്തെ രീതിയാണ് ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ വന്നത്. കാരണം ഞാൻ മുമ്പ് ഇരുന്നത് ടൗൺ പ്ലാനിങ് കമ്മിറ്റിയിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമാണ്. അപ്പോൾ അതിലും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ജയിച്ച ഒരു കൗൺസിലർ എങ്ങനെയാണ് നഗരസഭ അഭിമുഖീകരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ മുമ്പിൽ വന്ന ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ബഡ്ജറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫുൾ ടെൻഷനായിരുന്നു, ഉറക്കമില്ല, അങ്ങനത്തെ. അത് ഭയങ്കര ആരോഗ്യത്തിനൊക്കെ തന്നെ നല്ല ബാധിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തലവേദനയും ഒക്കെ തന്നെ. ഉറക്കമില്ലാത്തതിന് ഏറ്റവും വലിയ വിഷയം അതിപ്പോഴും ഇല്ല, ഉറക്കം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടിലെത്തിയാലും കുഞ്ഞാണ്, തീരെ കുഞ്ഞാണ് മോള്. അപ്പോൾ ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ, തിരിച്ച് രാവിലെ 6 മണി, അങ്ങനെ ചിലപ്പോൾ അത്രയും സമയത്ത് ഉറങ്ങാൻ പറ്റാറില്ല. അതിന് സാരമില്ല, നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി മേയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആദ്യം കൊടുത്ത ഉപദേശം എന്തായിരുന്നു? നന്നായിട്ട് പോവുക, ഭരണമൊക്കെ നന്നായിട്ട് പാവപ്പെട്ടവരൊക്കെ ഒരുപാട് സഹായിക്കുക. ഈ ശിവകുമാരേട്ടൻ ഇന്റർവ്യൂവിന് വേണമെന്ന് പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു. ആ സമയത്ത് ഈ കൗൺസിലർമാരുടെ തുറന്ന ജീപ്പിൽ ഈ നഗരപ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ ആശയുടെ ആ ജീപ്പ് ഓടിച്ചത് ശിവകുമാരേട്ടനാണ്. അതുപോലെ കരിമം സീറ്റ് പിടിച്ചെടുത്തപ്പോൾ എടുത്തു പൊക്കിയത് ശിവകുമാരേട്ടനാണ്. പാപ്പനും കൂടും കരിമവും പിടിച്ചെടുത്തപ്പോൾ ചേട്ടനായിരുന്നു എടുത്തു പൊക്കിയിരുന്നത്. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ചേട്ടനാണ്, ഈ സ്പിരിറ്റ് അല്ലെ, ഇതിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേതാവായി വളർത്തിയെടുക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ ഇങ്ങനെ വരണം എന്ന് പറയാനുള്ള കാരണം? രാഷ്ട്രീയത്തിൽ ഇറങ്ങിപ്പോയില്ലേ ചേട്ടനും ഈ രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ ആദ്യമേ തന്നെ? ഇല്ല അങ്ങനെയൊന്നുമില്ല, രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ 3 ടേം കൗൺസിലർ ആയിരുന്നപ്പോൾ ഫസ്റ്റ് ടേം ബൈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ, കാരണം പൊളിറ്റിക്കൽ ഫീൽഡിൽ തൊട്ട് വരണമെന്ന് ഒരിക്കലും ചിന്തിച്ച ഒരാളല്ല ഞാൻ. ബൈ ഇലക്ഷനിലൂടെയല്ലേ വന്നത്. അപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാനിത് വേണ്ട, പറ്റില്ല എന്ന രീതിയിൽ എനിക്കിത് പറ്റാത്ത അതാണ്. കാരണം ഞാൻ PSC ജോലി വാങ്ങണം തന്നെയായിരുന്നു ലക്ഷ്യം മനസ്സിൽ, ജോലിക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അറിയായിരിക്കും ബൈ ഇലക്ഷനിൽ കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ പലരും വന്ന് പറഞ്ഞു മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ആദ്യം സമ്മതിച്ചില്ല. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്, ആദ്യമൊക്കെ ചേട്ടനെ സമ്മതിച്ചിട്ടില്ല, വേണ്ട നമുക്ക് ജോലി ആയിട്ട് പോകാം, ഇതിലൊന്നും പറ്റില്ല, നമുക്ക് ജോലിയൊക്കെ നമ്മുടെ ആ ഫാമിലി ലൈഫ് ആയിട്ട് പോകാം എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു നമ്മുടെ സീറ്റാണ്, അപ്പം നമുക്ക് ഇവിടെ ഫാമിലിയുള്ള ആൾ തന്നെ വേണം, പാർട്ടിയോടുള്ള സ്നേഹം. അപ്പോൾ അങ്ങനെ അത് കാരണം എൻ്റെ മാമനായിരുന്നു കുറച്ച് എത്രയോ വർഷമായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഫസ്റ്റായിട്ട് പാപ്പനോട് വാർഡിലൊരു കൗൺസിലർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് കഷ്ടപ്പെട്ടതിൻ്റെ ഇതിലാണ് ആ ഒരു ഫസ്റ്റ് നമ്മുടെ ഒരു കൗൺസിലറായിട്ട് പാപ്പനോട് വാർഡിൽ എൻ്റെ മാമൻ വരുന്നത്. അപ്പോൾ
നമുക്കൊരിക്കലും കഷ്ടപ്പെട്ട് നേടിയ ഒരു സീറ്റ് കളയാൻ പറ്റില്ല എന്ന് പാർട്ടി പ്രവർത്തകർ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയുണ്ട്. കാരണം മാമന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആണ് നിന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ അപ്പോൾ പറ്റില്ല. അപ്പോൾ എൻ്റെ മോൻ തീരെ കുഞ്ഞാണ്. അപ്പോഴും 3 വയസ്സുണ്ട് മോന്. അപ്പോൾ ചേട്ടൻ അപ്പോഴും പറഞ്ഞ അല്ല കുഴപ്പമില്ല, നമുക്ക് അന്നും ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ വർക്കിനായാലും ഇറങ്ങും. ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നെങ്കിൽ രാവിലെയും വൈകിട്ടും ഇലക്ഷൻ വർക്കിന് ഫുൾ ടൈം കൂടെ ഇറങ്ങും. അപ്പോൾ എവിടെ പോയാലും എന്തിനും കൂടെ ഉണ്ടാവും. അത് അപ്പം മാത്രമല്ല, സെക്കൻഡ് ടൈം ഇലക്ഷൻ നിന്നപ്പോഴും ഇലക്ഷൻ വർക്കിനും എൻ്റെ കൂടെ ഇറങ്ങും. പിന്നെ ഈ ബൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജീപ്പ് റാലി ആയാലും നോമിനേഷൻ കൊടുക്കുമ്പോഴായാലും അതുപോലെ ജയിച്ചിട്ട് വരുമ്പോഴായിരിക്കും എനിക്ക് 3 പ്രാവശ്യം എന്നെ എടുത്ത് പൊക്കിയിട്ടുള്ളത് ചേട്ടനാണ്. ഇപ്പോൾ ഈ അതുപോലെ ചെറിയെങ്കിലും മത്സരിക്കാൻ പോകുമ്പോഴേലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് സപ്പോർട്ട്. ഇല്ലെങ്കിൽ കാരണം നമുക്ക് തന്നെ പലപ്പോഴും അതിന് വേണ്ടിയിട്ട് തന്നെ എപ്പോഴും ചിലപ്പോൾ ഫാമിലിയുടെ എന്തെങ്കിലും വിശ്വസിടുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഭയങ്കര സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെയും ഒക്കെ തന്നെ നെഗറ്റീവ് പറയാറുണ്ട്. അതിന് കുഞ്ഞുങ്ങളെ വരെ നെഗറ്റീവ് പറയാറുണ്ട് പല ആൾക്കാരും. ഇങ്ങനെയൊക്കെ വിട്ടിരിക്കുകയാണോ എന്നൊക്കെ രീതിയിലൊക്കെ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ഈ BJPയുടെ സമരമുഖത്തെ പ്രധാന ഒരു നായിക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ബാരിക്കേഡിന് മുകളിൽ കയറുന്ന BJP കൊടി ഏന്തി പ്രതിരോധിക്കുക. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടുകാർ ചിലരെങ്കിലും പറയും ഈ പെണ്ണിനെ അങ്ങ് വിട്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ പറയും. അതിനെയൊക്കെ ചേട്ടൻ എങ്ങനെയാണ് അതൊക്കെ തരണം ചെയ്തത്? കുറച്ചൊക്കെ കളിയായിരുന്നു കേട്ടോ. എനിക്കറിയാലോ എൻ്റെ വൈഫിനെ, കേൾക്കേണ്ട കാര്യമില്ല. അല്ല കുറെയൊക്കെ കളിയാക്കും. അത് മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഇതൊന്നും ഇല്ല എങ്കിൽ ഒന്നും ഇല്ലാന്ന് തോന്നും. കാരണം വെറുതെ എല്ലാവരും നമ്മൾ പോസിറ്റീവ് പറഞ്ഞാലേ നമുക്ക് ഒന്നും ചെയ്യില്ല. നമുക്ക് കുറച്ച് പേര് നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞത് ചെയ്യാം എന്തൊക്കെ തോന്നുള്ളൂ. ഫസ്റ്റൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് ഫസ്റ്റൊക്കെ ഭയങ്കര അറ്റാക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറേ വിഷയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ദൈവം നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് അറിയാത്ത കാര്യത്തിനൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നതിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ആ സ്റ്റെപ്പിലിരുന്ന് ഈ വീടിൻ്റെ മുകളിൽ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില വിഷയം ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡെസ്പായിട്ടേക്കും. അപ്പോൾ ചേട്ടനെ അറിയാം, ഞാൻ എൻ്റെ മുഖം മാറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് വിഷമമുണ്ടോ എന്ന് ചോദിക്കും. വിഷമമുണ്ടോ കൂളായിട്ടൊരു ഞാനിരിക്കില്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ ആവും. എന്തൊക്കെ വിഷയമായാലും ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ ചില വിഷയങ്ങളുണ്ടാവില്ല. നമുക്ക് ഏത് മേഖലയിൽ നിന്ന് ചിലതായി വിഷമിപ്പിക്കുന്ന ചില വിഷമം ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ നിനക്ക് വിഷമമുണ്ടോ, നിനക്ക് ഇത് നിർത്തണം തോന്നണുണ്ടോ എന്നൊക്കെ. കാരണം അതുകൊണ്ടല്ല ചില വിഷയങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാവും, മുഖം മാറുമ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തത് പറയും, നിനക്ക് വിഷമമുണ്ടോ, നീ ഓക്കെ അല്ലേ, നീ ഓക്കെ, ഞാനുണ്ട് കൂടെ, കുഴപ്പമില്ല, നമ്മൾ ധൈര്യമായിട്ടിരിക്കില്ല, പിന്നെ എന്ത് ധൈര്യമായിട്ടിരിക്കും, ഞാനൊക്കെ കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ അവിടെ ഓക്കെ ആവും. പിന്നീട് കാരണം സൈബർ ബുള്ളിങ് എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റ്സ് ഞാൻ വായിക്കാറില്ല. കമൻറ്റ്സ് എന്നിട്ട് എന്നെ കളിയാക്കും. അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്ക് എന്തൊക്കെയോ കാരണം ഫുള്ളിരുന്ന് വായിക്കും. ഞാൻ കാരണം ഞാൻ പോസ്റ്റ് ഇടും, അങ്ങ് പോകും. അതിനിപ്പോൾ ചിലപ്പോൾ 1000 കൂടുതൽ കമൻറ്റ്സ് ഉണ്ടായി, ഇതൊക്കെ കുത്തിയിരുന്ന് വായിക്കും. എന്നിട്ട് ചിലപ്പോൾ തെറിയായിരിക്കും അവർ വിളിക്കും. ഇതൊക്കെ വായിച്ചിട്ട് രാത്രി കിടന്ന് ഇങ്ങനെ നോക്കി കിടന്ന് ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഞാൻ ചിരിച്ചേട്ടനാണ് വിളിക്കാം. ഞാൻ ശിവചേട്ടൻ ജോലിയില്ല ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കാൻ, ഇതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയും. കാരണം ഇത് അതൊരു ആദ്യമൊക്കെ ഞാൻ പറഞ്ഞേ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇത് പിന്നീട് ആയപ്പോഴത്തേക്കും അവർക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അത് വായിച്ചിരുന്ന് ചിരിക്കും രാത്രി ആകുമ്പോഴത്തേക്കും. കാരണം എന്നെ തെറിയായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഇവർക്ക് ആറ്റുകൾ പോകേണ്ട ആദ്യമായിട്ടാണ്, ഇതുവരെ നടന്നിട്ടില്ല ചിരിക്കും. കാരണം എന്നെയാണ് പറയാമെന്ന് കളിയാക്കി ചിരിക്കും. അപ്പം അതൊക്കെ ഞാൻ വായിക്കുന്നില്ല, ശിവചേട്ടൻ ശിവചേട്ടൻ വായിച്ചു എന്ന് പറയും. ഈ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി മേയറാണ് എങ്കിൽ പോലും വിഷമങ്ങളുണ്ടാവും, പരാതികളുണ്ടാവും. അപ്പോൾ ഈ ഇങ്ങനെ ഓരോ പരാതികൾ വിഷമങ്ങളൊക്കെ പറയുമ്പോഴേക്കും അപ്പോൾ തോന്നിയിട്ടുണ്ടോ അവൾ വിടണ്ടായിരുന്നു, ഈ സെക്രട്ടറിയിൽ ജോലി കിട്ടിയതാണ്, പോലീസുകാരി ആവേണ്ടതായിരുന്നു, അതിലൊക്കെ വിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ടോ? ഒരു ഡെപ്യൂട്ടി മേയറാകുമ്പോൾ അങ്ങനെ പരാതികൾ കേൾക്കാമല്ലോ. പരാതിയും കേൾക്കും, എല്ലാം കേൾക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അല്ല എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. കേൾക്കും, മുന്നോട്ട് പോയാൽ മതി, അല്ല ഫുൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ഇപ്പം വിഷമിച്ചിരുന്നാലും പറയും വിഷമിക്കേണ്ട, കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഫാമിലി നമ്മളെ ഫുൾ സപ്പോർട്ട് നമ്മളെ കൂടെ മനസ്സിലാക്കാൻ ഒരാളുണ്ടെങ്കിൽ, അതിന് ഒരാളെന്നല്ല, എൻ്റെ അച്ഛനായാലും അമ്മയായാലും അതിന് ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ അച്ഛനും അമ്മയാണ്. അയ്യോ അത് അവരെ എനിക്ക് അത് എത്ര നമുക്ക് പറ്റും. അവർക്ക് രാവിലെ
രാവിലെ ഞാൻ ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്നതാണ്. എൻ്റെ അമ്മയൊക്കെ പാവം, സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷുഗർ പേഷ്യൻ്റ്, പാവം അച്ഛനും അമ്മയ്ക്കും വയ്യ, അച്ഛനും അമ്മയ്ക്കും വയ്യ. പക്ഷെ അവരൊക്കെ ഈ സമയത്തൊക്കെ തന്നെ ഇത്രയും നമ്മൾ ഇത്രയും വയ്യാതിരുന്നിട്ട് നമുക്ക് വേറെ ഓപ്ഷനില്ല. അംഗൻവാടിയിലൊക്കെ തന്നെ ഫസ്റ്റ് ഇവിടെ ഡേ കെയറിൽ ഞാൻ കോർപ്പറേഷൻ ഓഫീസിലെ ഡേ കെയറിൽ മോളെ കൊണ്ടാക്കി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല ടീച്ചേഴ്സിനെ. മാക്സിമം എത്രയെന്ന് പറഞ്ഞാൽ നോക്കും. പിന്നീട് ഇപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു അംഗൻവാടിയിലാണ് ഇപ്പോൾ ഞാൻ കൊണ്ടാക്കിയത്. കുഴപ്പമില്ലാതെ. പക്ഷെ എന്നാലും അത് അത്രയും നാൾ അമ്മയാണ് എല്ലാം ചെയ്യുന്നത്, കുളിപ്പിക്കുന്നതായാലും എല്ലാം തന്നെ. രാത്രി ഞങ്ങൾ ചിലപ്പോൾ വെളുപ്പിന് 4 മണിക്കായിരിക്കും വരണം. അപ്പോൾ ഫുൾ അമ്മയാണ് അച്ഛനാണ് നോക്കുന്നത്. അതിൻ്റെ മോനെ വരെ അവൻ്റെ യൂണിഫോം തേച്ച് കൊടുക്കുന്ന, അവൻ ഇത്രയും ഇതിൽ ഷൂസ് എല്ലാം ചെയ്ത് കൊടുക്കുന്ന അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സീരിയസ്ലി അവരില്ലെങ്കിൽ ഞാനൊരു വ്യക്തി പറ്റില്ല നമുക്ക്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരും അനുഭവിക്കുന്ന ഒരു തീർന്നു. നമുക്ക് മനസ്സിലാക്കാനും ആളില്ല എങ്കിൽ കുടുംബത്തിലെ അമ്മ ചിലപ്പോൾ പറയും, ആ കൊച്ചു കണ്ടിട്ട് എത്ര സ്നേഹമായ കൊച്ചിനെ വന്നൊന്ന് കാണുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ പാവം തോന്നും. ഭയങ്കര ഇടയ്ക്ക് എനിക്ക് ഇവളെ മോളില്ലേ, മോള് ഞാൻ ഉറങ്ങിയിട്ടാ ചേച്ചി രാത്രി വരും ഉറങ്ങി കാണാം. അതൊരു നമുക്ക് പക്ഷെ ഇപ്പൊ കളിക്കുന്ന പ്രായമല്ലേ, നമുക്ക് അത് കിട്ടാൻ ഒരു വിഷമമായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ ആയി, ഇപ്പൊ ഓക്കെയാണ്. അപ്രതീക്ഷിതമായാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പക്ഷെ അതിനുശേഷം നിന്ന സ്ഥലങ്ങളിലൊക്കെ വിജയിച്ചു കയറി. ഒരു ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തീപ്പൊരി നായികയായിട്ടായിരുന്നു BJP നിറഞ്ഞു നിന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഡെപ്യൂട്ടി മേയറായിട്ട് പരിഗണിച്ച് പേര് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് തന്നെ ചുറ്റും നിന്ന് വിമർശനങ്ങൾ കേട്ടിരുന്നു. അല്ലെങ്കിൽ ആശയാണോ വേറെ ആൾക്കാർ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അപ്പൊ അത്തരം കേൾക്കുമ്പോൾ തോന്നിയിരുന്നു, അയ്യോ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു പദവി വേണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് തരണം ചെയ്തത്? ആ സമയത്ത് എന്നോടാരും പറഞ്ഞില്ല. ഞാൻ അവിടെ അറിയുന്നത് അന്ന് പ്രഖ്യാപിക്കുന്നത് 4 മണിക്ക് എന്തോ ആണ് പ്രഖ്യാപിക്കുന്നത്. ഞാൻ 3 മണിക്കാണ് അറിയുന്നത് ഞാനാണ് ഡെപ്യൂട്ടി മേയർ. അതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് 3 മണിക്ക് മീറ്റിംഗ് കണ്ട് വരികയെന്ന് എല്ലാവരെയും വിളിച്ചു, എല്ലാ കൗൺസിലേഴ്സിനെയും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിലേഴ്സ് കോൺടാക്ട് എത്തിയെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ എത്തുന്നു, അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടെ എത്തി കുറേ നേരം കഴിഞ്ഞിട്ടാണ് മേയർ ബേബി രാജേഷ് ജിയും ഡെപ്യൂട്ടി മേയർ ആണ് ചാൻസ് എന്നാണ് അപ്പോഴും പറയുന്നത്. അപ്പോഴാണ് ഞാൻ അപ്പോഴത്തേക്കും അപ്പോഴാണ് ബാക്കി പല കൗൺസിലേഴ്സും ഒക്കെ അറിയുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നോടാരും നെഗറ്റീവായിട്ട് ആവേണ്ടിയിരുന്നില്ലെന്ന് എന്നോടാരും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ ആയ ശേഷം ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അല്ല ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇതൊക്കെ വലിയ വെല്ലുവിളികൾ ഒരു പദവിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇരിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ എല്ലാ കൗൺസിലേഴ്സും അതിന് സമ്മതിക്കില്ല. ഫിനാൻസിന് എൻ്റെ ബഡ്ജറ്റിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോലും അല്ലാത്ത കൗൺസിലേഴ്സ് വരെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. അത് വനിതകൾ മാത്രമല്ല, പുരുഷ കൗൺസിലേഴ്സൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മണിക്കൊക്കെ ഇവരൊക്കെ എൻ്റെ കൂടെ പലപ്പോഴും 4 മണി വരെ എൻ്റെ കൂടെ ഇരിക്കാറുണ്ട് അവരൊക്കെ. അതിനൊക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. അവർക്കറിയാം അങ്ങനെ ബഡ്ജറ്റ് കാരണം ഞങ്ങൾ ഫസ്റ്റാണ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനത്രയ്ക്കും അവരൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തു. അതിനൊക്കെ സമ്മതിക്കാം. കൗൺസിലർ ശ്രീലേഖയും ആശയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എതിർപ്പുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഒരിക്കലുമില്ല. അയ്യോ മാഡം മാഡം എന്ന് ഞാൻ ഫസ്റ്റ് വിളിച്ചപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ചേച്ചി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ ആളാണ് എന്നോട്. ചേച്ചി ഇപ്പോഴും ചേച്ചി എന്ന് വിളിക്കും. ഞാൻ അറിയാതെ മാഡം എന്ന് വന്നു പോയാലും ആശാ ചേച്ചി എന്നിങ്ങനെ പറയണം. എന്ന് വെച്ചാൽ ചേച്ചീന്ന് വിളി അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് എന്നോട് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ സമയത്ത് ബഡ്ജറ്റ് ആശ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് ഫസ്റ്റ് എന്നോട് പറയുന്ന ശ്രീലേഖ ചേച്ചിയാണ്. ആശ നന്നായിട്ട് അവതരിപ്പിച്ച് ഞാൻ ഒരുപാട് ബഡ്ജറ്റ്സ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ആശ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്കത് ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഫസ്റ്റ് അവിടെ നിന്ന് എണീറ്റ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ശ്രീലേഖ ചേച്ചിയാണ്. ഭയങ്കരമായിട്ട് ഞാൻ ശ്രീലേഖ ചേച്ചി എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് നല്ല സപ്പോർട്ടാണ്. അതൊക്കെ ചുമ്മാ അത് പറയുന്ന കേട്ടോ. ശ്രീലേഖ ചേച്ചി എന്നാണ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ചേച്ചി മാഡം എന്ന് എനിക്ക് വരുന്നതാണ് കേട്ടോ. ചേച്ചീനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് എടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെ ഗുരു ആരാണ്? രാഷ്ട്രീയത്തിലെ എല്ലാവരും ഗുരുവാണ്. റോൾ മോഡലായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും മോദിജി തന്നെയാണ്. എല്ലാവരും രാഷ്ട്രീയത്തിൽ എന്നെ കൊണ്ടുവന്നവരും ഒക്കെ തന്നെ ഇപ്പോൾ ഉള്ളവരെല്ലാവരും ഗുരുക്കളാണ്. ഒരാളുടെ പേരൊന്നും എടുത്ത് പറയാൻ സാധിക്കില്ല. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഡർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മോദിജി തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല, ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അത്രയ്ക്ക് അത് നമ്മളൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അദ്ദേഹത്തെക്കുറിച്ച്. നമ്മളെപ്പോഴും തൊട്ടടുത്ത് അദ്ദേഹം വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഒരു നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു ഗ്ലോ, അദ്ദേഹത്തിന് നമുക്കത് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയില്ലേ, നമുക്ക് കാരണം അതങ്ങനെ വേറെ ഒരു അടുത്തുനിന്ന് നമ്മുടെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പലരും ഉണ്ട്. പക്ഷേ
ആരടുത്ത് പോകുമ്പോഴും ആരും നമ്മളോട് സംസാരിക്കും അങ്ങനെ ഒരു ഫീൽ നമുക്ക് വന്നിട്ടില്ല. പക്ഷെ മോദിജി എന്ന് പറയുന്ന അതെന്താ പറയാ, ഒരു അസാധ്യ സംഭവം തന്നെ എന്ന് പറയാം. അദ്ദേഹത്തെ വെല്ലാൻ വേണ്ടിയിട്ട് ആരുമില്ല, അദ്ദേഹം തന്നെയാണല്ലോ റോൾ മോഡൽ. മോദി വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ 45 ദിവസത്തിനകം, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം മോദി വരും എന്ന് പറഞ്ഞു. മോദി വന്നു. ആ ഒരു വേദിയിൽ ആശ അനുഗ്രഹം വാങ്ങുമ്പോൾ മോദി തിരിച്ച് കാലിൽ വണങ്ങി. ആ ഒരു സമയം എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് തോന്നുന്നു? അയ്യോ അത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താണ് അവിടെ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് മോദിജി വന്നിട്ട് നമ്മുടെ മേയറെ കെട്ടി അങ്ങ് പിടിക്കുവാണ്. മേയറെ കെട്ടിപ്പിടിക്കും. നിങ്ങൾക്കത് വിഷ്വലി നിങ്ങൾ സ്ട്രെയിറ്റ് ആയി നിൽക്കും, നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഞാൻ ഈ സൈഡിൽ നിൽക്കും. മോദിജിയെ കെട്ടിപ്പിടിക്കുമ്പോൾ രാജേഷ് ചേട്ടൻ്റെ ഫേസ് അങ്ങോട്ട് തിരിയും. മോദിജി രാജേഷ് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് രാജേഷ് ചേട്ടനെ ഇങ്ങനെ അടിക്കുകയാണ്. ശ്രദ്ധിച്ചോന്നറിയില്ല. അപ്പോൾ മോദിജി ഫേസ് ചെയ്ത് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നത്. അപ്പോൾ ആ നോക്കി ചിരിക്കുമ്പോൾ അപ്പോൾ എനിക്കിപ്പോൾ പറയുമ്പം തന്നെ അതൊരു ആ ഒരു മൊമെൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. രാജേഷേനെയാണ് കെട്ടിപ്പിടിക്കുന്നതെങ്കിൽ മോദിജി നമ്മളെ നോക്കി ഇങ്ങനെ ആ ഫുൾ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാജേഷേട്ടൻ മാറണം, എനിക്കൊന്ന് തൊടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ തൊട്ടത്. അപ്പോൾ തിരിച്ച് തൊട്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ കുറച്ച് സീറ്റ് വന്നിട്ട് ഞാൻ ആലോചിക്കരുത്, ദൈവമേ മോദിജി എൻ്റെ കാലിൽ തൊട്ടപ്പോൾ ഞാൻ തിരിച്ച് എന്താണ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. സത്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ തിരിച്ച് എന്താണ് ചെയ്തത്, ഞാൻ തിരിച്ച് കൈ പിടിച്ച് മാറ്റിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ തിരിച്ച് മൊബൈലിൽ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ എന്തായാലും ഞാൻ കൈ തൊട്ടയാളെ മാറ്റി എന്ന രീതിയിൽ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ നമ്മൾ ആ സമയം ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ. അതിനെക്കാട്ടും എനിക്ക് തോന്നി, നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ വീട് നമ്മൾ വിസിറ്റ് ചെയ്തു. അന്ന് സാധാരണ നമ്മൾ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമ്മൾ അറിയാമല്ലോ, സ്റ്റേജിൽ നമ്മൾ തൊഴുത് സംസാരിച്ച് പോകും. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മോദിജി നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും ഒക്കെ തന്നെ ബി എൽ സന്തോഷിയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ വേദിയിലിരിക്കും. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ കൗൺസിലേഴ്സും മെമ്പേഴ്സും ഒക്കെ തന്നെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ തന്നെ ഇവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കാനാണ് സംസാരിക്കും, മോദിജിയെ ക്ഷണിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ മോദിജി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു മോദിജി. അപ്പോൾ ഇങ്ങനെ ഒരു ഷോൾ ഇട്ടിട്ടുണ്ട്. ആ ഷോൾ ഇങ്ങനെ ഊരി തറയിൽ വച്ചു. ഇങ്ങനെ രണ്ട് ശരി ഇങ്ങനെ പറഞ്ഞിട്ട്, അത് ഹിന്ദിയിൽ ഇങ്ങനെ ശരി നമുക്കപ്പോൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഡയറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ മേയർ ഇവിടെ ഇരിക്കുവാണ്, ഞാൻ ഇവിടെ ഇരിക്കും. ഇങ്ങനെ അടുത്തോട്ട് വരിക. അപ്പം ഞാൻ നമ്മൾ രാജേഷ് ചേട്ടാ എന്നിങ്ങനെ വിളി. കാരണം ഇങ്ങനെ അപ്പോൾ രാജേഷ് ചേട്ടൻ ദൈവമേ, രാജേഷ് ചേട്ടൻ ഇങ്ങനെ തന്നെ ദൈവമേ ഇത് എന്ത് സംഭവം നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നിരുന്നു വരും. എന്നിട്ട് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നിരുന്നു ഓരോ ആൾക്കാർ ഇത്രയും കൗൺസിലേഴ്സൊക്കെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് നമ്മൾ ഒരു സാറ് ക്ലാസ് എടുക്കുന്നത് എങ്ങനെ അതുപോലെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നു. പിന്നീട് കഥയായി, ഓരോ തമാശകളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും ചിന്തിച്ചില്ല. ഞാനിങ്ങനെ ഈ ഒരു ഇതിരുന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും മോദിജി ഇങ്ങനെ സംസാരിക്കും. നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വന്നപ്പോൾ പലരും കരയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും. നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള പുരുഷന്മാരടക്കം അടുത്ത് വന്ന് കാരണം ഇത്രയും വലിയൊരു മനുഷ്യനാണ്. നമ്മുടെ അടുത്തോട്ട് ഇറങ്ങി വന്ന് ഓരോരുത്തരത്തോടും സംസാരിക്കുകയാണ്, കഥ പറയുകയാണ്. നമ്മളെങ്ങനെ പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായാലും ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കും ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞു തരികയാണ്. പക്ഷെ അതൊന്നും നമുക്ക് പുറത്ത് ആ വീഡിയോസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഇടാത്തത്. അങ്ങനെ നമുക്ക് ഓരോ നിയമം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്തുകൂടാ, നമ്മൾ ഉദ്യോഗസ്ഥരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരാം. ഒരു പ്രധാനമന്ത്രി വന്ന് പറഞ്ഞു തരികയാണ്. ആ ഒരു മൊമെന്റ് ഒരിക്കലും ഇനി ആർക്കും കിട്ടത്തുമില്ല. അതൊരു ഭാഗ്യം തന്നെയാണെന്നാണ്. ആ ട്രെയിനിൽ കയറി പോകുന്ന സമയത്ത് ചേട്ടൻ വന്ന് ചുംബിച്ചൊക്കെയാണ് കയറ്റി വിടുന്നത്. ദൃശ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? ചെറിയൊരു വിഷമം അല്ലേ? അത് ഭയങ്കര വിഷമമായി. കാരണം ഇത്രയൊക്കെ വഴക്ക് കൂടിയാലും ഇത്ര ദിവസം നമ്മൾ കാണാതിരുന്നിട്ടില്ല. അതൊന്നും ഇരിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇതാണ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ പുറത്തോട്ട് ഗൾഫിലൊന്നും അല്ല പോയത്, ഞാൻ പോയിട്ട് വരും. കുറച്ച് ദിവസങ്ങൾ കൂട്ട് വേണം, എപ്പോഴും കൂട്ട് വേണം. അത് മക്കളായാലും മോളില്ലാതെ കിടക്കില്ല. മോള് വേണം. മോളെന്ന് പറഞ്ഞാൽ അച്ഛൻ മോളാണ്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ചേട്ടനെടുത്താണ്. അവള് വന്നിട്ട് നേരെ ചേട്ടൻ്റെ പുറത്താണ് ഇവിടെ മെത്തയാണ്. അങ്ങനെയാണ് കിടക്കുന്നത്. നിങ്ങളുടെ ശരിക്കും പ്രണയവിവാഹം എങ്ങനെയാണ് ആ ഒരു കെമിസ്ട്രി? ഞങ്ങൾ ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട്. ഏത് ക്ലാസ്സിൽ രണ്ടുപേരും? അല്ല, ഞങ്ങൾ ഇവിടെ ട്യൂഷൻ ക്ലാസ് പ്രീമിയർ ഇവിടെ തൊട്ടടുത്താട്ടോ. +2 +1 തൊട്ട് തുടങ്ങിയതാണ് പ്രണയം. +2 കഴിഞ്ഞ്
അങ്ങനെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. എൻ്റെ മാമനെ ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ ഒന്നൊക്കെ അടി ഇട്ടിട്ടുണ്ട്, ശരിക്കും അടി ഇട്ടിട്ടുണ്ട്. അടിയെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം ഇതങ്ങനെ അങ്ങനെ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ പോയി. കല്യാണം പോയി എൻ്റെ വീട്ടിൽ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലൊക്കെ അച്ഛൻ പോലീസായിരുന്നു. വിവാഹ കല്യാണോ? ഭയങ്കര വിവാദമായിരുന്നു ഈ ഭാഗത്തുള്ള, ഭയങ്കര വിവാദ കല്യാണമായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നു. അങ്ങനെ ചേട്ടൻ്റെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. രജിസ്റ്റർ ചെയ്യാൻ പോയതാണ് ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ. അങ്ങനെ അച്ഛൻ അത് ഭയങ്കര സിനിമ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഓഫീസിലൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അച്ഛൻ പോലീസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ ഭയങ്കര വിഷയമായിരുന്നു. പൂട്ടിയിട്ട് കോളേജിലൊക്കെ കുറേ നാൾ വിടാതൊക്കെ ഇരുന്നു. പിന്നീട് കോളേജിൽ പിന്നീട് ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോളേജ് വിട്ടു. പിന്നീട് കാരണം എനിക്ക് വേറെ കല്യാണ ആലോചനകളൊക്കെ വന്നു. അങ്ങനെ പിന്നീട് പോയി. കല്യാണ ആലോചനയൊക്കെ കുറേ കല്യാണ ആലോചനയൊക്കെ ആ സമയത്ത് വന്നു. അപ്പോഴത്തേക്കും പിന്നീട് നമുക്ക് അത്രയ്ക്കും ഡീപ്പായതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കല്യാണത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുവാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാക്ഷികളൊക്കെ ഒപ്പിടാൻ വേണ്ടി ഇരുന്നപ്പോൾ അകത്ത് നിന്നിട്ട് ഓഫീസർ ഒന്ന് ചോദിച്ചു, സൗദി ആരാ? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ, ഒരു കംപ്ലൈൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബൈക്കിൽ രണ്ടുപേരും വിട്ടതാ. പിന്നീട് അല്ലാതെ ഞങ്ങളത് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല രജിസ്റ്റർ മാരേജ് ചെയ്ത് പതുക്കെ വീട്ടിൽ സമ്മതിച്ച് കല്യാണമായിട്ട് നടത്താമെന്ന രീതിയിൽ തന്നെ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നടത്താമെന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ അന്ന് അവിടെ നിന്ന് കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ അപ്പം അന്ന് ചേട്ടൻ്റെ ബൈക്കിൽ കയറിപ്പോയതാണ്. അങ്ങനെ പിന്നീട് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒത്തുതീർപ്പാക്കി കല്യാണമായിട്ട് തന്നെ നടത്തി. പിന്നീട് കല്യാണമായിട്ട് തന്നെ നടത്തി. പക്ഷെ വിടാതെ പിടിച്ചത് കൊണ്ട് ഇപ്പൊ ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്നു, നാളെ ഇനി MLA ആകാം. ചേട്ടാ ഈ പറഞ്ഞ പോലെ വലിയ സപ്പോർട്ടാണ്. കഥകളൊക്കെ കേൾക്കുമ്പോഴേക്കും അറിയാം. ഈ മോദിജിയുടെ കാലിൽ വന്നിക്കുമ്പോൾ മോദിജി തിരിച്ച് വന്നിക്കണം. അപ്പൊ ചേട്ടൻ ആ ഒരു സമയം എന്ത് തോന്നി? ഞാനത് കണ്ടിട്ട് കരഞ്ഞു പോയി. എന്നെക്കാളും ഭയങ്കര സെൻസിറ്റീവാണ് ആള്. കരഞ്ഞു പോയി. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ കരഞ്ഞു. ആശയം ഭയങ്കര ഇമോഷണൽ ആ ഒരു സമയത്ത്. അത് ആ സമയത്ത് അവിടെ നിന്നാലും നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ അതൊരു ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാനല്ല പലരും ഞാൻ നോക്കിയപ്പോൾ പറയുമ്പോൾ തന്നെ ചേട്ടാ ഒരു സന്തോഷം കൊണ്ട് ആ ഒരു പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ഇഷ്ടമുള്ള നേതാവും മോദിയാണ്. അതെന്റെ മോള് അങ്ങനെ കേട്ടോ. മോദിയപ്പൂപ്പാന്ന് വിളിക്കാറുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് മോദി. ഫോട്ടോ എപ്പോൾ കണ്ടാലും മോദിയപ്പൂപ്പ. ഞാൻ പോയപ്പോൾ ഞാൻ മോദിയപ്പൂപ്പനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു, മോദിയപ്പൂപ്പ ഏടെ എന്നാ ചോദിച്ചു. മോദിയപ്പൂപ്പ ഏടെ? ഞാൻ മോദിയപ്പൂപ്പ കൊണ്ടുവരും എന്നാണ്. അപ്പോൾ ഞാനത് മോദിജി അവിടെ സംസാരിച്ചപ്പോൾ മോദിജിയോട് ഞാൻ സംസാരിച്ചത്. അപ്പം എനിക്ക് മകളുണ്ട്, 2.5 വയസ്സാണ്. എപ്പോഴും മോദിജി TV-യിലും ഒക്കെ തന്നെ കാണുമ്പോൾ മോദിയപ്പൂപ്പ ഉമ്മ എന്നാ പറയാറുള്ളത്. എപ്പോൾ ഫോട്ടോയിൽ പോയി ഉമ്മ ഒക്കെ കൊടുക്കും. മോദിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ് കുട്ടികളോട്. പക്ഷെ അതും ഇവിടെ വിവാദമാണ്. ഈ പറഞ്ഞ പോലെ PR വർക്കാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അടുത്തറിഞ്ഞ ആളുകൾക്ക് അറിയാം, നമുക്കറിയാലോ. അത് മോദിജി ഇത് കുട്ടികളോടൊന്നല്ല. ഇപ്പം എന്നോട് തന്നെ എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾ നോർത്തിൽ പോയപ്പോൾ മനസ്സിലാക്കി മിക്ക ആളുകളും അവിടെ അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ വന്നതൊക്കെ തന്നെ അവിടുത്തെ മേയറും മുഖ്യമന്ത്രിയും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ തന്നെ അത്രയും സ്ത്രീകളോടായാലും ഒക്കെ തന്നെ അത്രയും ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാർ പലരോടും സ്ത്രീകളോടൊക്കെ തന്നെ വളരെ മോശമായിട്ട് നമ്മുടെ കൗൺസിലേഴ്സൊക്കെ വന്ന് പരാതി പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ചിറയൻകീഴ് മത്സരിച്ചതാണ് നിയമസഭയിൽ 10,000-ലധികം വോട്ടുകൾ BJPക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. ഇത്തവണ എവിടെയാണ് മത്സരിക്കുന്നത്? അത് എന്നോട് ഇതുവരെയും പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടി അങ്ങനൊരു മത്സരിക്കണമെന്നോ മത്സരിക്കണ്ട എന്നോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് അല്ല, എന്തായാലും നമ്മുടെ ഞാൻ ഉള്ളത് നിയമമണ്ഡലത്തിലാണ്. നിയമമണ്ഡലത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എൻ്റെ ആഗ്രഹം. നമ്മുടെ കാൻഡിഡേറ്റ് രാജീവ് ചന്ദ്രശേഖർജിയാണ്. തീർച്ചയായിട്ടും നമുക്ക് നിയമമണ്ഡലം പിടിച്ചെടുക്കുമെന്ന് യാതൊരു സംശയമില്ല. അപ്പം അതിനു വേണ്ടി പ്രാവശ്യം BJP അക്കൗണ്ട് തുറക്കും. തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയമില്ല. ചേട്ടൻ പ്രവർത്തിക്കും. ചേട്ടൻ അല്ലെങ്കിലും പ്രവർത്തിക്കാറ്. ആള് കുറച്ച് സംസാരിക്കുള്ളൂ, പക്ഷെ വർക്കിൽ ഭയങ്കര വർക്കിൽ എൻ്റെ കൂടെ ഫുൾ എൻ്റെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബൂത്തിൽ വെള്ളയടിക്കാനൊക്കെ തന്നെ നമുക്ക് രാജീവ് ചന്ദ്രശേഖർജി ജയിപ്പിക്കുക ഇനി അടുത്ത നമ്മുടെ കടമ. ഇനി ബാക്കി ഇലക്ഷൻ മത്സരിക്കുക എന്നുള്ളതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. പാർട്ടി പറഞ്ഞിട്ടില്ല. പിന്നെ പാർട്ടി പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അത്
ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് ഈ കമന്റുകൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഈ ചില കമന്റുകളാണ് ആശാനാഥിന് എന്താണ് ഒരു സിനിമാ നടിയാകാനുള്ള എല്ലാ ഛായയും ഉണ്ട്, അതിനും പറ്റും കമന്റുകൾ കണ്ടായിരുന്നു. പിന്നെ അല്ലാതെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ആശ പാടുന്നത് കണ്ടു. സകല കലാ വല്ലഭയാണ്. വീട്ടിലെങ്ങനെയാണ്? ചെറുതായിട്ടൊക്കെ കേട്ടോ, അതിൽ പലതും ഞാൻ ചില വീഡിയോസിലെന്ന് അറിയോ ആ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ചിലതെന്ന് അറിയോ അത് നമ്മൾ പാടിയതിന് വേറെ വോയിസ് കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പലയിടത്തും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാടിയ പാട്ടിൽ വേറെ വോയിസ് ഓവർ കേട്ടിട്ടിട്ടുണ്ട്. അത് ഒറിജിനൽ ഞാൻ പാടിയതല്ല. ഞാൻ പാടും പാട്ട് പക്ഷെ ഇത്രത്തോളം നല്ല പാടുന്ന പാട്ടിലാണോ വീണത്? ഞാൻ പാടി ഓടും പാടും. അപ്പൊ ചേട്ടൻ പറഞ്ഞ നന്നായി പാടുന്നു. ഒരു പാട്ട് കൂടെ പാടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് പാടാൻ എന്ത് പാടാൻ? മോൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ടാണെങ്കിലും മോൾക്ക് പാടുന്ന മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ കാൽത്തലയിൽ കൈവളയിൽ കിലുകില നീ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ പിച്ച പിച്ച വയ്ക്കും കൺമണി എന്മിഴി തന്നിലെ കൃഷ്ണമണി നീ പിച്ച പിച്ച വയ്ക്കും കൺമണി എന്മിഴി തന്നിലെ കൃഷ്ണമണി നീ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ. ചേട്ടാ എങ്ങനെയുണ്ട്? ഗംഭീരം. നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഒരു പാട്ടുകാരി കൂടിയാണ് അല്ലേ? എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞതുപോലെ ഇനി ഒരു MLA ആകട്ടെ, ഉയർന്നു പോട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ് രണ്ടുപേർക്കും.